കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം അവിടെ കടുപ്പിക്കുകയാണ് വിശ്വാസികൾ. നാമജപ പ്രതിഷേധവുമായാണ് വിശ്വാസികൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അരങ്ങേറുന്നതും. ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ നൽകുന്ന പിറന്നാൾ സദ്യ ബുഫേ രീതിയിൽ നൽകാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളുമായി ശിവദാസ്, ഈ മലബാർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുകയായിരുന്നു. എന്തായാലും വിശ്വാസികൾ ഈ നവജപ പ്രതിഷേധവുമായി പുറത്തിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അനു സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് വിശ്വാസികളോട് ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. നമുക്കറിയാം, മലബാറിലെ മാത്രമല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടെ പതിറ്റാണ്ടുകളായി ഇവിടെ തൃക്കാർത്തിക മഹോത്സവം വലിയ രീതിയിൽ തന്നെ വിപുലമായ രീതിയിൽ തന്നെ കൊണ്ടാടുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെയായിരുന്നു പതിറ്റാണ്ടുകളായി അതിന്റെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും നടന്നിരുന്നത്. ഭഗവതിയുടെ പിറന്നാൾ ദിനം കൂടിയാണ് ഈ തൃക്കാർത്തിക മഹോത്സവം. ഈ മാസം 13-ാം തീയതിയാണ് കാടാമ്പുഴ തൃക്കാർത്തിക മഹോത്സവം വരുന്നത്. ഈ 13-ാം തീയതി ആയിരക്കണക്കിന് ഭക്തർക്ക് ഇവിടെ സദ്യ നൽകാറുണ്ട്. ഭഗവതിയുടെ പിറന്നാൾ ദിനം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി ഭക്തർക്ക് സദ്യ നൽകാറുണ്ട്. അത് സാധാരണ ഇലയിലാണ് സദ്യ നൽകാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും അത്തരത്തിൽ പിറന്നാൾ ദിനത്തിൽ സദ്യ നൽകുന്നത് അടക്കം വീടുകളിലാണ്. ആ രീതിയിൽ തന്നെ ഇവിടെ പതിറ്റാണ്ടുകളായി ഇലയിൽ സദ്യ നൽകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ അട്ടിമറിച്ച് ഒരു പാശ്ചാത്യ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു തീരുമാനവും ഇടപെടലുമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ അത്തരത്തിലുള്ള കൃത്യമായ നിലപാടാണ് നമ്മൾ അവരോട് ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞിരുന്നത്. അത്തരത്തിൽ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി ഭക്തർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം 10,000-ലേറെ ആളുകൾക്ക് ആ ഒരു ദിവസം ഇവിടെ സദ്യ നൽകാറുണ്ട്. അത് പൂർണ്ണമായും ബുഫേ സംവിധാനത്തിൽ പ്ലേറ്റുകളിൽ ആ പിറന്നാൾ സദ്യ നൽകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അങ്ങനെ നടത്തും എന്നാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നാമജപ പ്രതിഷേധവുമായി വിശ്വാസികൾ ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ കാടാമ്പുഴ പോലീസിനും അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായ നടപടികൾ ഇല്ല എങ്കിൽ ഈ ഒരു സമരം തുടർന്ന് കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. അതായത് ഈ ഒരു ആചാരം നിലനിർത്തുന്നത് വരെ തന്നെ ഈ സമരം തുടരും എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. കാരണം ഇതിവിടെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും അതോടൊപ്പം തന്നെ ആചാരങ്ങളും മറ്റ് കീഴ്വഴക്കങ്ങളും അടക്കം ലംഘിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മറ്റു പല ക്ഷേത്രങ്ങളിലും മലബാറിൽ അടക്കമുള്ള മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കൃത്യമായ ഹൈന്ദവ സംസ്കാരങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നത്. കൃത്യമായി തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഹൈന്ദവ സാംസ്കാരിക ഭൂമികയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കാടാമ്പുഴയിലും ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ അവർ നടത്തുന്നത്. അതായത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പിറന്നാൾ സദ്യ അതിന്റെ രീതിയെല്ലാം മാറ്റിമറിച്ച് കൊണ്ട് തന്നെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഇടയാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നടക്കുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഭക്തർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇത് ഇനിയും അനുകൂലമായ അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ, ഈ പിറന്നാൾ സദ്യ നൽകുന്നത് പഴയ രീതിയിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ ഈ സമരം വലിയ രീതിയിൽ തന്നെ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഭക്തർ ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പരാതികൾ നൽകിയിട്ടുണ്ട്. ഇനി കൂടുതൽ പരാതികൾ നൽകും. അതോടൊപ്പം തന്നെ കേസ് നൽകാനുള്ള ഒരു നീക്കവും ഉണ്ട്. ഹൈക്കോടതിയിൽ കേസ് നൽകാനുള്ള ഒരു നീക്കവും ഭക്തരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതായത് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ വരുന്ന 13-ാം തീയതിയാണ് തൃക്കാർത്തിക മഹോത്സവം ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിനുള്ളിൽ ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു നടപടിയോ തീരുമാനമോ ഇല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്കും വലിയ സമരങ്ങളിലേക്കും കടക്കാനുള്ള ഒരു തീരുമാനമാണ്
ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തുടക്കത്തിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഒരു സൂചനാ സമരമാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് മുമ്പിൽ ഈ നാമജപ പ്രതിഷേധത്തിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായ കീഴ്വഴക്കങ്ങളും രീതികളും മാറ്റിമറിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് വിശ്വാസികൾക്ക് മുമ്പിൽ നിരത്തുന്ന വിശദീകരണം എന്താണ് ശിവദാസ്? അങ്ങനെ ഒന്ന് ചെയ്യുകയുണ്ടായോ? കാരണം എന്നും അവിടേക്ക് എത്തുന്ന ഭക്തരെയെങ്കിലും കണക്കിലെടുക്കണ്ടേ ദേവസ്വം ബോർഡ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിഷ്കാരങ്ങൾ? തീർച്ചയായും ഭക്തരോട് ഒരു കൂടിയാലോചന പോലും നടത്താതെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും പറയുന്നത്, എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്, അവരെ പെട്ടെന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ തിരക്കുള്ള ആളുകളെല്ലാം തന്നെ ഉണ്ടാകും, അവർക്ക് പെട്ടെന്ന് ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ക്യൂ നിൽക്കാതെ നൽകാൻ കഴിയും എന്നൊരു വാദമാണ് ദേവസ്വം ബോർഡ് നൽകുന്നത്. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇന്ന് വരെ ഇവിടേക്ക് എത്തിയ ഒരു ഭക്തർക്ക് പോലും ഇവിടെ നിന്നും പിറന്നാൾ സദ്യ ലഭിക്കാതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇലയിലായിരുന്നു നൽകിയത്. അപ്പോഴൊന്നും തന്നെ മോശമായ രീതിയോ അല്ലെങ്കിൽ ഒരു ഭക്തർക്ക് പോലും ഇത്തരത്തിൽ സദ്യ ലഭിക്കാതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അത് മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി മറ്റൊരു കൃത്യമായ ലക്ഷ്യത്തോടെ, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് വന്നിരിക്കുന്നത്. അത് വിശ്വാസികളോടോ പരിസരവാസികളോടോ തൊട്ടടുത്തുള്ള കടക്കാരോടോ ആരോടും തന്നെ ഒരു തരത്തിലുമുള്ള ചർച്ചയും എടുക്കാതെയാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് ഈ കീഴ്വഴക്കങ്ങളും പാരമ്പര്യമായ ഈ രീതികളും എല്ലാം തന്നെ അട്ടിമറിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ മൂല്യങ്ങളെല്ലാം പുലർത്തുന്നു. മലപ്പുറം ശ്രീ കാടാമ്പുരം ഭഗവതി ക്ഷേത്രത്തിലെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് എതിരെയാണ് ഈ നാമജപ പ്രതിഷേധവുമായി വിശ്വാസികൾ ക്ഷേത്രത്തിന് മുമ്പിൽ തുടരുന്നത്.